നമസ്കാരം. വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളും മുൻവർഷങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ അടുത്ത വീഡിയോയിൽ ഏത് സബ്ജക്റ്റാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഒരു വ്യക്തിയെ ജയിലിൽ തടങ്കലിൽ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ശരിയുത്തരം. തടവ് പുള്ളിയെ ജയിലിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം അയാളുടെ ബയോമെട്രിക് വിവരം ശേഖരിക്കേണ്ടതാണ്. പരോൾ കാലാവധി പൂർത്തിയായതിനു ശേഷം തിരികെ ജയിലിൽ ഹാജരാക്കാത്ത കുറ്റവാളികൾക്കുള്ള ശിക്ഷ എന്താണ്? 2 വർഷം തടവോ പിഴയോ 2 പൊടിയോ? 2 വർഷം തടവ്, 5 വർഷം തടവും പിഴയും, 1 ലക്ഷം രൂപ പിഴയും, 1 മാസം കഠിന തടവും. ശരിയുത്തരം 2 വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ? പനോപ്റ്റികോൺ മാതൃകയിലല്ലാതെ നിർമ്മിക്കപ്പെട്ട കേരളത്തിലെ സെൻട്രൽ ജയിൽ ഏതാണ്? തവനൂർ സെൻട്രൽ ജയിൽ, പൂജപ്പുര സെൻട്രൽ ജയിൽ, വിയൂർ സെൻട്രൽ ജയിൽ, കണ്ണൂർ സെൻട്രൽ ജയിൽ. ശരിയുത്തരം തവനൂർ സെൻട്രൽ ജയിൽ. ശിക്ഷ അനുഭവിക്കുന്ന അമ്മമാരായ വനിതാ കുറ്റവാളികൾക്ക് എത്ര വയസ്സുവരെയാണ് കുട്ടികളെ ഒപ്പം നിർത്താൻ കഴിയുക? 5, 3, 2, 6. ശരിയുത്തരം 6. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1. ഗേറ്റ് കീപ്പർമാരുടെ ജോലിക്ക് മേൽനോട്ടം വഹിക്കേണ്ടത് ഡിസിപ്ലിൻ ഓഫീസറുടെ ചുമതലയാണ്. 2. തടവുകാരുടെ തൊഴിലിന് മേൽനോട്ടം വഹിക്കാനുള്ള ചുമതലയും ഡിസിപ്ലിൻ ഓഫീസർമാർക്കുണ്ട്. 3. ഔദ്യോഗിക അനൗര്യ തടവുകാരുടെ സന്ദർശകരെ സ്വീകരിക്കുന്നതും ഡിസിപ്ലിൻ ഓഫീസർമാരുടെ ചുമതലയിൽപ്പെടുന്നു. 4. നിരോധിത വസ്തുക്കൾ കൈവശം വയ്ക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതും ഡിസിപ്ലിൻ ഓഫീസറാണ്. ശരിയുത്തരം 1, 2, 3, 4. കേരളത്തിൽ 2019 ആദ്യത്തെ ഹൈസെക്യൂരിറ്റി ജയിൽ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? നെയ്യാറ്റിൻകര, ചീമേനി, വിയൂർ, പൂജപ്പുര. ശരിയുത്തരം വിയൂർ. സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ പ്രിസൺ എവിടെയാണ്? ചീമേനി, നെട്ടുകാൽത്തേരി, കണ്ണൂർ, വിയൂർ. ശരിയുത്തരം നെട്ടുകാൽത്തേരി. മേഖലാ ജയിലുകളുടെ ഭരണകാര്യ നിയന്ത്രണങ്ങളും മേൽനോട്ടവും ആരുടെ ഉത്തരവാദിത്വത്തിലാണ് നടക്കുന്നത്? ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ, ജയിൽ സൂപ്രണ്ട്, വെൽഫെയർ ഓഫീസർ, പ്രിസൺ ഓഫീസർ. ശരിയുത്തരം ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ. നിലവിലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആരാണ്? ബൽറാം കുമാർ ഉപാധ്യായ, ലോക്നാഥ് ബെഹ്റ, ഷെയ്ഖ് ദർവേഷ് സാഹിബ്, കെ പത്മകുമാർ. ശരിയുത്തരം ബൽറാം കുമാർ ഉപാധ്യായ. അടിയന്തര സാഹചര്യങ്ങളിൽ തടവ് പുള്ളിയെ വിലങ്ങുവെച്ച് സൂക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ ആയതിന്റെ വിവരം ജയിൽ സൂപ്രണ്ട് ആർക്കാണ് നൽകേണ്ടത്? ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ഡയറക്ടർ ജനറൽ ജയിൽ, മേഖലാ മുഖ്യ അധികാരിക്ക്. ശരിയുത്തരം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി. ജയിൽ ഓഫീസർമാരുടെ പൊതുവായ ചുമതലയിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതെല്ലാം ഉൾപ്പെടുന്നു? 1. എല്ലാ തടവുകാരെയും പക്ഷഭേദമില്ലാതെയും മനുഷ്യത്വത്തോടും കൂടി പരിഗണിക്കുക. 2. അവരുടെ പരാതികൾ പരിഹരിക്കുക. 3. ജയിലിന്റെ അച്ചടക്കം നിലനിർത്തുക. 4. ഓഫീസറുടെ ചുമതലകൾ കാര്യക്ഷമമായി നിർവഹിക്കുക. ശരിയുത്തരം 1, 2, 3, 4. ജയിൽ ഓഫീസർമാർക്ക് താഴെ തന്നിരിക്കുന്നതിൽ ഏതിനെല്ലാമാണ് ശിക്ഷ ലഭിക്കുക? 1.
തടവുകാരുമായി ചേർന്ന് വ്യാപാരം നടത്തുന്നതിന്. 2 തടവുകാരിൽ നിന്ന് പാരിതോഷികം സ്വീകരിക്കുന്നതിന്. 3 ജയിലിലേക്ക് ആവശ്യമായ ഭക്ഷണം, മറ്റുള്ളവ എന്നിവ വിതരണം ചെയ്യുന്നതിനോ മറ്റോ കരാറുകളിൽ താൽപര്യം കാണിക്കുന്നത്. ശരിയുത്തരം 1, 2, 3 എന്നിവയ്ക്ക്. ജയിലിലെ മുഖ്യ അച്ചടക്ക ഓഫീസർ ആരാണ്? ജയിൽ സൂപ്രണ്ട്, വെൽഫെയർ ഓഫീസർ, ഡെപ്യൂട്ടി സൂപ്രണ്ട്, പ്രിസൺ ഓഫീസർ. ശരിയുത്തരം ജയിൽ സൂപ്രണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ ഏതുതരം കുറ്റവാളികളെയാണ് ജയിലിനകത്ത് പ്രത്യേകം സെല്ലുകളിൽ താമസിപ്പിക്കേണ്ടത്? 1 വിദേശ തടവുകാർ, 2 മിലിറ്ററി തടവുകാർ, 3 മാനസിക വിഭ്രാന്തിയുള്ള തടവുകാർ, 4 സിവിൽ തടവുകാർ, 5 കരുതൽ തടവുകാർ. ശരിയുത്തരം 1, 2, 4, 5 എന്നിവർ മാത്രം. കേരളത്തിലെ ഏറ്റവും പഴയ ജയിലായ കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1886, 1861, 1873, 1863. ശരിയുത്തരം 1861. ജയിൽ ജീവനക്കാർക്കായി ജയിൽ ട്രെയിനിംഗ് സ്കൂൾ 1957 സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? പള്ളിക്കുന്ന് കണ്ണൂർ, പൂജപ്പുര തിരുവനന്തപുരം, കോഴിക്കോട്, തവനൂർ, മലപ്പുറം. ശരിയുത്തരം പൂജപ്പുര തിരുവനന്തപുരം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസിന്റെ അധികാരങ്ങൾ താഴെ നൽകിയിരിക്കുന്നതിൽ ഏതെല്ലാം? 1. ജയിൽ പുള്ളികൾ, ജയിലുകൾ എന്നിവയ്ക്കായി ഗവൺമെന്റ് സ്വീകരിക്കുന്ന പോളിസികൾ നടപ്പിലാക്കുക. 2. ജയിലുകൾ, കർഷണൽ സർവീസ് എന്നിവയ്ക്കുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുക, സംഘടിപ്പിക്കുക തുടങ്ങിയവ. 3. ജയിലുകളിൽ പരിശോധന നടത്തുക. ശരിയുത്തരം 1, 2, 3 എന്നിവ. താഴെ തന്നിരിക്കുന്നതിൽ ജയിൽ സൂപ്രണ്ട് സൂക്ഷിക്കേണ്ടതായ രേഖകൾ ഏവ? ജയിൽ ചട്ടലംഘനങ്ങൾക്ക് തടവുകാർക്ക് നൽകുന്ന ശിക്ഷയുടെ വിവരങ്ങൾ, തടവുകാരിൽ നിന്ന് എടുത്ത പണം, മറ്റ് വസ്തുക്കൾ തുടങ്ങിയവയുടെ രേഖകൾ, തടവുകാരനെ വിടുതൽ ചെയ്യുന്ന ദിവസം സംബന്ധിച്ച രേഖകൾ, ABC എന്നിവ. ശരിയുത്തരം ABC എന്നിവ. നിട്ടുകൽത്തേരിയിൽ തുറന്ന ജയിൽ സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1983, 1962, 1958, 1974. ശരിയുത്തരം 1962. താഴെ തന്നിരിക്കുന്നവരിൽ ആർക്കെല്ലാമാണ് വസ്ത്രം, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ ജയിലിൽ നിന്ന് അനുവദിക്കുന്നതല്ലാതെ സ്വന്തമായി ഉപയോഗിക്കാൻ കഴിയുക? സിവിൽ തടവുകാർ, വിചാരണ തടവുകാർ, വനിതാ തടവുകാർ, കരുതൽ തടവുകാർ. ശരിയുത്തരം ABD എന്നിവർക്ക്. താഴെ തന്നിരിക്കുന്നതിൽ കേരള സർക്കാർ സ്ഥാപിച്ച സെൻട്രൽ ജയിൽ ഏതാണ്? പൂജപ്പുര സെൻട്രൽ ജയിൽ, വിയൂർ സെൻട്രൽ ജയിൽ, തവനൂർ സെൻട്രൽ ജയിൽ, കണ്ണൂർ സെൻട്രൽ ജയിൽ. ശരിയുത്തരം തവനൂർ സെൻട്രൽ ജയിൽ. ഒരു തടവുപുള്ളിയെ വിട്ടയക്കാൻ ഓർഡർ ഉണ്ടായിരിക്കുകയും എന്നാൽ മറ്റൊരു കോടതിയിൽ ഹാജരാക്കാനുള്ള വാറണ്ട് നിലനിൽക്കുകയും ചെയ്താൽ ജയിൽ സൂപ്രണ്ട് ആരിൽ നിന്നാണ് തുടർ നടപടിക്കുള്ള നിർദ്ദേശം സ്വീകരിക്കേണ്ടത്? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ജില്ലാ ജഡ്ജി, ഇൻസ്പെക്ടർ ജനറൽ, ഡയറക്ടർ ജനറൽ. ശരിയുത്തരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏതാണ്? ശരിയുത്തരം നായർ ബ്രിഗേഡ് ബാരക്കുകളിൽ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ ജയിൽ 1886 സെൻട്രൽ ജയിലായി ഉയർത്തപ്പെട്ടു. താഴെ തന്നിരിക്കുന്നതിൽ ജയിലിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നവ ഏവ?
ശരിയുത്തരം ABCD എന്നിവ. വനിതാ തടവുകാർക്ക് മാത്രമായി ഒരു തുറന്ന ജയിൽ കേരളത്തിൽ സ്ഥാപിതമായ വർഷം ഏതാണ്? 2011, 2014, 2013, 2019. ശരിയുത്തരം 2013. ഒരു വ്യക്തിയെ ജയിലിൽ തടങ്കലിൽ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയേത്? 1. എല്ലാ ജയിലിലും ഒരു ജയിൽ സൂപ്രണ്ട് ഉണ്ടായിരിക്കണം. 2. എല്ലാ ജയിലിലും ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരിക്കണം. 3. എല്ലാ ജയിലിലും ഒരു വെൽഫെയർ ഓഫീസർ ഉണ്ടായിരിക്കണം. 4. എല്ലാ ജയിലിലും മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഉണ്ടായിരിക്കണം. ശരിയുത്തരം 1, 2, 3, 4. തടവുപുള്ളികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ളതിൽ ശരിയായവ ഏതെല്ലാം? 1. നിയമസഹായം ലഭിക്കാൻ അർഹതയുണ്ട്. 2. നീതീകരിക്കാൻ കഴിയാത്ത വിവേചനത്തിനെതിരെ നടപടിക്ക് അവകാശമുണ്ട്. ശരിയുത്തരം 1, 2, 3, 4. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? തവനൂർ സെൻട്രൽ ജയിൽ, പൂജപ്പുര സെൻട്രൽ ജയിൽ, കണ്ണൂർ സെൻട്രൽ ജയിൽ, വിയൂർ സെൻട്രൽ ജയിൽ. ശരിയുത്തരം കണ്ണൂർ സെൻട്രൽ ജയിൽ. ഒരു തടവുപുള്ളിയുടെ മരണ റിപ്പോർട്ട് മെഡിക്കൽ ഓഫീസർ ആർക്കാണ് നൽകുന്നത്? ജയിൽ സൂപ്രണ്ട്, വെൽഫെയർ ഓഫീസർ, സൂപ്രണ്ട് മുഖേന ഡയറക്ടർ ജനറൽ, AC. ശരിയുത്തരം AC. ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം? A. തടവുകാരുടെ അഡ്മിഷൻ. B. സന്ദർശകരെ അനുവദിക്കൽ. C. ജയിൽ സുരക്ഷ. D. ജയിലിനുള്ളിലെ തൊഴിൽ. ശരിയുത്തരം ABCD എന്നിവ. കേരളത്തിലെ ജില്ലാ ജയിലുകൾ എത്രയാണ്? 13, 14, 12, 10. ശരിയുത്തരം 13. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1. ഒരു സിവിൽ തടവുപുള്ളിക്ക് അയാളുടെ സ്വന്തം വസ്ത്രങ്ങൾ ജയിലിനകത്ത് ധരിക്കാൻ കഴിയും. 2. സിവിൽ തടവുപുള്ളി അയാൾക്ക് കിട്ടിയിരിക്കുന്ന വസ്ത്രങ്ങളോ മറ്റോ മറ്റുള്ളവർക്ക് പങ്കുവച്ചാൽ ജയിൽ സൂപ്രണ്ടിന് ഇത്തരം ആനുകൂല്യങ്ങൾ റദ്ദാക്കാവുന്നതാണ്. 3. സിവിൽ തടവുകാർക്കുള്ള ഭക്ഷണം ജയിൽ സൂപ്രണ്ടിന്റെ മേൽനോട്ടത്തിൽ നൽകേണ്ടതാണ്. ശരിയുത്തരം 1, 2, 3. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഏത് സബ്ജക്റ്റാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് താഴെ കമന്റ് ചെയ്യുക. നന്ദി.